ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓണമൊക്കെ അടുത്തു. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലും ഒക്കെ ആയിട്ട് നിൽക്കുകയായിരിക്കാം. അപ്പോൾ നമ്മുടെ വീടിപ്പോൾ ഈ വഴിയുടെ സൈഡിലായതുകൊണ്ടേ ഭയങ്കര തിരക്കാണ്. ഓരോ ദിവസവും ഓരോ കച്ചവടക്കാർ വന്നുകൊണ്ടിരിക്കും. ഒരു ദിവസം ഒരു 3-4 പേരൊക്കെ വരും. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കത്തി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് 12 കൊല്ലം പഴക്കമുള്ള കത്തിയായിരിക്കും. ഇത് മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 4 ദിവസമായതുള്ളൂ. അപ്പോൾ ഇതിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പിലാകൊണ്ട് ഓട്ടോ പാർക്ക് ചെയ്തിട്ടാണ് അതൊന്ന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇത് കൊണ്ടുത്തന്നു. കുറേ കത്തി കാണിച്ചേ, എല്ലാം വാളിൻ്റെ കത്തി നമ്മൾ മേടിക്കുകയോ ചെയ്യരുത് എന്നുള്ളൊരു പാഠം പറയാൻ വേണ്ടിയും കൂടെയാണ്. ഇത് ഭയങ്കര തട്ടിപ്പാണ്. അതുകൊണ്ട് 130 രൂപ എങ്ങാണ്ട് ആയതേ ഉള്ളൂ. അത്രയായി 3-4 ഐറ്റം കാണിച്ചു. അതിനകത്ത് ഏറ്റവും വില കൂടിയ സാധനമാണ് നമ്മളെ എടുത്ത് കാണിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് മലയാളികളെ പറ്റിക്കുന്ന ഒരു ഏറ്റവും വലിയ തന്ത്രം എന്ന് പറഞ്ഞാൽ ഏത് സാധനമായാലും വില കൂടിയ സാധനങ്ങൾ നമ്മളെ കാണിക്കും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചിന്തിക്കുന്നത്, വില കൂടിയതാണ്, അപ്പോൾ അത് നല്ല സാധനമായിരിക്കും എന്ന് ഓർത്ത് നമ്മൾ മേടിക്കും. എനിക്കും പറ്റി കേട്ടോ. ഇനി മേലെ ഞാൻ ഈ സാധനം മേടിക്കത്തില്ല. ഒട്ടും മൂർച്ചയില്ല. ഞങ്ങളാണെങ്കിൽ വീട്ടിലധികം പച്ചക്കറിയൊന്നും ഉപയോഗിക്കുന്നതല്ല. വലിയ സവോളയോ ഇച്ചിരി മുളകോ അതൊക്കെ അരിയാതെ മാത്രമേ ഉള്ളൂ. കണ്ടില്ല ഇരിക്കുന്നത് കണ്ടോ, ഇത് തുരുമ്പും പിടിച്ച്. ഇവനത് കൊണ്ട് തന്നു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു അറിയാം, അതിനകത്ത് അത്തലിക്ക് വലിയ എണ്ണയൊക്കെ പുരട്ടി കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങോട്ട് രോമം വരെ അങ്ങ് ചെത്തി പോകുന്ന രീതിയിലുള്ള മൂർച്ചയാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇനി മേടിക്കത്തില്ല, അടുത്ത വർഷം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും കൂട്ടുകാരെ ഈ ഓണക്കാലത്തൊക്കെ നമ്മുടെ വീടൊക്കെ വഴി സൈഡിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉടായ്പ കച്ചവടമായിട്ട് ആൾക്കാർ ഇറങ്ങും. പ്രത്യേകിച്ച് ഈ കത്തി, അതുപോലെ മറ്റെല്ലാ സാധനങ്ങളും. ഇപ്പോൾ എണ്ണയ്ക്കൊക്കെ എന്താ വില. മലയാളികളെല്ലാം ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞപ്പം ഇപ്പം എണ്ണ കമ്പനിക്കാരൊക്കെ വീട്ടിലിരിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. ഒടുക്കത്തെ വിലയല്ലായിരുന്നു തേങ്ങയ്ക്കും എണ്ണയ്ക്കും എല്ലാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയണ്ട. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്പോൾ ഈ കാര്യം കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ ഇത് മോശപ്പെട്ട കത്തിയൊന്നുമല്ല, അതുകൊണ്ട് ആരും ഓക്കാനിച്ചേക്കല്ലേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറിച്ച നമ്മുടെ റെഡ് ലേഡി പപ്പായയാണ്. അതൊന്ന് നമുക്ക് മുറിക്കാം. മുറിയോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. എന്തായാലും നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇനി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് കേടായിപ്പോവും. ഉണ്ടോ, നല്ല ഭംഗിയായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുകൊണ്ട് മുറിച്ച് കഴിഞ്ഞാൽ മുറിയോ ഇല്ലയോ എന്നുള്ളതാണ് സംശയം. മനുഷ്യന് ഓരോ അക്കടി പറ്റുന്നതേ. നമ്മളിപ്പോൾ ഈ ഇവിടെ വന്ന് താമസിക്കുന്നതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര പേരാ വരുമെന്ന് അറിയാമോ കച്ചവടക്കാർ. ഞാനൊരു സാധനം പോലും മേടിക്കാറില്ല. ഉടായ്പാണ്, സർവ്വത് ഉടായ്പാണ്. പിന്നെ നമ്മൾ ഇവരൊക്കെ ജീവിക്കണല്ലോ എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു ഹെൽപ്പൊക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ മേടിക്കുന്നത്. ഇനി മേടിക്കത്തില്ല ഇതുപോലെ. പണ്ടൊക്കെ പിള്ളേർ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നേ. ഇപ്പോൾ ഭയങ്കര ചുമയാണ്. ഇപ്പോൾ വീഡിയോ എടുക്കാൻ പിള്ളേരെ വിളിച്ചാൽ ഒന്ന് ഹെൽപ്പ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് എല്ലാം അങ്ങ് എടുക്കും. ഇത്തിരി പോരായ്മയൊക്കെ ഉണ്ട്, എന്നാലും ഒരു ത്രില്ലായിട്ട് ഞാൻ അങ്ങനെ എടുക്കും. തന്നെത്താൻ അങ്ങോട്ട് എടുക്കും ഷൂട്ട് ചെയ്യും. കണ്ടോ, പച്ചക്കറിയും പഴവർഗ്ഗം ആയാലും കണ്ടുപിടിച്ച് എൻ്റെ ബുദ്ധി നോക്കണം. ഒറ്റ കുരു പോലും ഇല്ല. ഇത് കുഴിച്ചിട്ട് നാട്ടുകാരൻ വീട്ടിൻ്റെ മുറ്റത്ത് പിടിപ്പിക്കരുത്, ആ ഒരു ഉദ്ദേശമാണ്. എത്രമാത്രം ഉടായ്പാണെന്ന് നോക്കണം. സർവ്വകാര്യത്തിൽ ഉടായ്പാണ്. ഇതിപ്പോൾ നോക്ക്, ഒരു കുരു പോലും ഇല്ല ഇതിനകത്ത്. മരുന്നിനെടുക്കാൻ ഒരു കുരുവില്ല. നമുക്കിപ്പോൾ ഒരു തയ്യൊന്ന് പിടിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുണ്ടോ? സംഗതി പഴുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. എന്നാലും ഇതിപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയ വീട്ടിൽ ഞാൻ കിലോയ്ക്ക് എത്രയാണ് ഞാൻ മറന്നുപോയി, നല്ല വില കൊടുത്ത് മേടിച്ച ഒരു റെഡ് ലേഡി പപ്പായ. പറയുമ്പോൾ അങ്ങോട്ട് നാക്കുളുക്കി പോകാം. റെഡ് ലേഡി പപ്പായ പഴം ആയിരുന്നു. അതിനകത്ത് നിന്ന് കുറേ കാര്യം ഞാൻ പിന്നെ കടയിൽ തയ്ക്കുന്ന പിള്ളേർക്ക് കൊടുത്തു, പിന്നെ വേറൊരു ആൾക്കാർക്ക് കൊടുത്തു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്, അത് ഇട്ട് ഉണ്ടായതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് കഴിക്കാം. അപ്പോൾ വീട്ടിൽ നിങ്ങളും ഇതുപോലെ കിട്ടുകയാണെങ്കിൽ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല വളപ്രയോഗമൊക്കെ നടത്തി കഴിഞ്ഞാൽ നല്ല റെഡ് ലേഡി പപ്പായ കിട്ടും. അടിപൊളി മധുരമാണ്, ഭയങ്കര മധുരമായത്. ഇത് ജ്യൂസ് അടിക്കാനും കുഴപ്പമില്ല, മധുരമാണ് ഇതിൻ്റെ പ്രത്യേകത.
എന്തായാലും ഭാഗ്യം, ഒരൊറ്റ കുരു പോലും ഇതിനകത്തില്ല. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സെക്കൻഡ് ചാനൽ ലെഫ്റ്റ് ഓൺ ടു ദ വ്ളോഗ് എന്ന ആ ചാനലിൽ നല്ല അടിപൊളി പാട്ടുകൾ ഞാൻ എപ്പോഴും പാടിയിടാറുണ്ട്. അപ്പോൾ ഒരു ഓണപ്പാട്ട് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പ്രിയപ്പെട്ട കൂട്ടുകാർ കാണണം. ഇത് ലൈഫ് ടോൺ ചാനലാണ്, ഇതിനകത്ത് കുക്കിംഗ് വീഡിയോ ആണ് കൂടുതൽ. അപ്പോൾ മറ്റേ ചാനലിനകത്ത് പാട്ടുകളാണ്. നല്ല രസകരമായിട്ടാണ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. നമ്മളെ അറിയാവുന്ന പോലെയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിച്ച കൂട്ടുകാർ വീഡിയോ പാട്ടുകളും കാണണം, നമ്മുടെ ഈ ചാനലും കാണണം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ എത്താം. ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ. താങ്ക് യു.